CMA കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ പല കുട്ടികളും ചോദിക്കുന്നതാണ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ജോലി, എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പൊതുവേ ചോദിക്കാറുണ്ട്. ആരായാലും ഒരു കോഴ്സ് പഠിക്കുന്നത് എപ്പോഴും എന്തെങ്കിലും അത് വെച്ചിട്ട് ഒരു ജോലി നേടുക എന്നുള്ളതാണ്. അപ്പോൾ കൊമേഴ്സിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ പഠിച്ച മേഖലയിൽ തന്നെ ജോലി കിട്ടാനും ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇഷ്ടംപോലെയുണ്ട്. ആൾക്കാരെ കിട്ടാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷെ അതിനിടയിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ആഡ് ഓൺ ആയിട്ട് വേണം. ഒന്ന്, നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവ്, അതിനെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയും. അപ്പോൾ അതിൽ ഇംഗ്ലീഷിൽ ഭയങ്കര നോളജ് ഉണ്ടാവുക എന്നൊന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മറ്റൊരു തേർഡ് പാർട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവിനെയാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വേണം. പിന്നെ നമുക്കൊരു ജോലി സംബന്ധമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, പിന്നെ നമുക്കൊരു ഈ കോഴ്സ് പഠിക്കുന്നതിൻ്റെ ഇടയിലുള്ള ട്രെയിനിങ് ഒന്ന് പ്രോപ്പറായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ CMA കോഴ്സ് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് എന്ത് വെക്കാറുണ്ട്, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വെക്കാറുണ്ട്. അതിനകത്ത് ഇന്ത്യയിലുള്ള ഒരുവിധപ്പെട്ട കമ്പനികളൊക്കെ, നല്ല കമ്പനികളൊക്കെ അവിടെ വരും. നിങ്ങളുമായിട്ട് ഗ്രൂപ്പ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വെച്ച് അവർ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ചിലപ്പം നിങ്ങൾക്ക് അതിനകത്ത് തന്നെ എന്താവാം, പ്ലേസ്മെൻ്റ് ആവാം. അപ്പോൾ അടുത്ത ചോദ്യം വരും, അഥവാ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് ജോലി കിട്ടിയിട്ടില്ലെങ്കിലോ? അതിന് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. ഇന്ത്യയിൽ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് തന്നെ നടത്തുന്ന പല സ്ഥാപനങ്ങളും ഉണ്ട് അവിടെ. അതല്ലാതെ മറ്റ് പ്രൈവറ്റ് കമ്പനികൾ, റിലയൻസ്, അങ്ങനെയുള്ള ഒരുപാട് കമ്പനികളെ കുറിച്ചൊക്കെ അറിയാലോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്, ജോബ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നല്ല സാലറി എന്ന് പറഞ്ഞാൽ ഒരു 15,000 മാസം, 25,000 മാസം രൂപ അങ്ങനെയല്ല കേട്ടോ. നല്ല ഒരു പ്രൊഫൈലിൽ തന്നെ ജോലി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതിനകത്ത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലാണ് കിട്ടുന്നതെങ്കിൽ, സാധാരണഗതിയിൽ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലൊക്കെ ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾക്കറിയാലോ, PSC ടെസ്റ്റ് എഴുതണം, അല്ലെങ്കിൽ UPSC ഒക്കെ എഴുതണം. CMA കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ എന്തെങ്കിലും വേക്കൻസീസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവർ ഡയറക്റ്റ് വിളിക്കും. ഡയറക്റ്റ് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഡയറക്റ്റ് പ്ലേസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് ജോലിക്ക് ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ ജോലി കയറുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ട്രെയിനി എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ് കിട്ടുക. ഒരു വർഷം കഴിയുമ്പോൾ അതെന്താവും, അക്കൗണ്ട്സ് ഓഫീസറാവും, ഫൈനാൻസ് ഓഫീസറാവും. അതങ്ങനെ കയറി പോകും. അതായത് അങ്ങനെ പോയി കമ്പനിയുടെ CFO വരെ ആവാനുള്ള ഒരു പോസിബിലിറ്റി ആ ഒരു ഏരിയയിലുണ്ട്. എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി എന്ന് പറഞ്ഞാൽ നല്ലൊരു സാലറി ഉണ്ടാവും, മറ്റ് ബെനിഫിറ്റ്സ് ഉണ്ടാവും, ലീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് പുറമെ ഇങ്ങനെ വർഷാവർഷം ഗവൺമെൻറ്റിൻ്റെ സ്ട്രക്ചർ അറിയാലോ. അപ്പോൾ അതനുസരിച്ച് കയറി അങ്ങ് പോവാം. ഇനി അതല്ല, നമുക്കിപ്പം ഇന്ത്യയിലുള്ള മറ്റ് കമ്പനികളാണെങ്കിൽ തന്നെ അവിടെ നമുക്ക് ജോലി കിട്ടുകയാണെങ്കിൽ, ജോലി എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ മേഖലയിൽ എടുക്കും നോക്കാം. ഒന്ന്, ഡയറക്റ്റ് ടാക്സേഷൻ, ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവാം. ഇൻഡയറക്റ്റ് ടാക്സ്, അതിനകത്തൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ നമ്മുടെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ കോസ്റ്റിംഗ്, മാനുഫാക്ചറിങ് കമ്പനിയൊക്കെ ആണെങ്കിൽ ഇപ്പം VKC അതുപോലെയുള്ള ഒരുപാട് മാനുഫാക്ചറിങ് കമ്പനികൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അവിടെയൊക്കെ കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അവിടെയൊക്കെ നമുക്ക് കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യാം. പിന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ആ ഒരു ഏരിയയിൽ അങ്ങനെ പോകാം. പിന്നെ ബാങ്കിങ് കമ്പനി ആണെങ്കിൽ ക്രെഡിറ്റ് ഓഫീസർ, ഇപ്പം പഞ്ചാബ് ബാങ്ക് വിളിച്ചിരിക്കുന്നത് 1000-ഓളം ക്രെഡിറ്റ് ഓഫീസേഴ്സിനെയാണ് വിളിച്ചിരിക്കുന്നത്. അതിനകത്ത് CMAക്കാരെയും CAക്കാരെയാണ് വിളിച്ചിരിക്കുന്നത്. 1000 വേക്കൻസീസാണ്. അപ്പോൾ ആ ക്രെഡിറ്റ് ഓഫീസേഴ്സായിട്ട് പോവാം. അങ്ങനെ ആ ഒരു മേഖലയിൽ അങ്ങോട്ട് പോവാം. പിന്നെ മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെയാണ് നമുക്കൊരു ജോബ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ജോബിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറും. നമുക്ക് ഫെമിലിയർ അല്ല, എന്നാലും അതിനൊന്ന് ചുരുക്കി പറയാം. P2P, അതേപോലെ R2R, O2C, ഇതാണ് അതിന് ജോബ് പ്രൊഫൈലായിട്ട് പറയാം. പിന്നെ കുറച്ചും കൂടി അതിൻ്റെ ലൈറ്റർ വേർഷനിൽ പറയുകയാണെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾ, അക്കൗണ്ട്സ് റെസീവബിൾ, MIS, റിപ്പോർട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് തസ്തികകൾ എന്ത് ചെയ്യും, മാറും. അങ്ങനെ ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആക്സെഞ്ചർ, IBM, അതേപോലെയുള്ള ഒരുപാട് കമ്പനികളുണ്ട്. അവർക്കൊക്കെ ഇഷ്ടംപോലെ അക്കൗണ്ടൻസ്, ഈ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ആവശ്യമുണ്ട്. അപ്പോൾ അവരും ഇതേപോലെ ആൾക്കാരെ നല്ലപോലെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ബിഗ് 4 പോലെയുള്ള കമ്പനികൾ അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്വാളിഫൈഡ് CMAക്കാരെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിഫർ ചെയ്യുന്നുണ്ട്, റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പല തസ്തികകളിലാണ് എന്ന് മാത്രം. പിന്നെ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് US ടാക്സേഷൻ. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ വളരെയധികം എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാക്ക് എൻഡ് ഓഫീസായിട്ട് US നടക്കുന്ന പല കമ്പനികളുടെയും ടാക്സേഷനും കാര്യങ്ങളൊക്കെ ഇന്ത്യയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ടാക്സ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഈ CMA കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാർ ആ മേഖലയിലും എന്ത് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ടാക്സ് സംബന്ധമായ കാര്യങ്ങളിൽ പൊതുവെ ഇന്ത്യൻസിന് കുറച്ചും കൂടി കേപ്പബിലിറ്റി കൂടുതലാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ.
അപ്പോൾ അങ്ങനെയും ഒരു ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിനൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ഓഫീസൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കമ്പനി കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ട്രേഡ് മാർക്ക്, അങ്ങനെ ഒരുപാട് നമ്മുടെ നാട്ടിൽ തന്നെ GSTയിൽ തന്നെ എക്സ്പേർട്ട് ആവാം, ഇൻകം ടാക്സിൽ എക്സ്പേർട്ട് ആവാം. അതായത് ഒരു ഫ്രീലാൻസർ എന്നുള്ള രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. അപ്പം ജോലി എന്ന് പറയുന്നത് നിങ്ങളൊരു എന്തായിട്ട് കാണണ്ട, ടെൻഷൻ അടിച്ച് കാണണ്ട. പക്ഷെ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും പഠനം കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്ത് സ്വന്തം കുടുംബത്തിന് ഒരു താങ്ങായി തണലായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റും. ഓൾ ദി ബെസ്റ്റ്.